മെഷീനുകൾക്ക് കാവലേർപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി. പശ്ചിമ ബംഗാളിൽ വൻ അട്ടിമറി നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ബിജെപി അധികാരത്തിലെത്തിയ രീതി ബംഗാളിലും പയറ്റുമെന്ന് മമതാ ബാനർജി ഭയക്കുന്നുണ്ട്. എക്സിറ്റ് പോളുകൾ ഏറിയ പങ്കും ബിജെപിക്ക് വേണ്ടിയാണ് സർവേ നടത്തിയിരിക്കുന്നത്. എക്സിറ്റ് പോളുകൾ മാറ്റിമറിച്ച് ബിജെപിക്ക് അനുകൂലമാക്കിയാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാൽ ആരും സംശയിക്കില്ല. ഇതാണ് ബിജെപിയുടെ സ്ട്രാറ്റജി. ഇത് തിരിച്ചറിഞ്ഞ മമതാ ബാനർജി 48 മണിക്കൂറുകൾ അതിനിർണായകമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ 48 മണിക്കൂർ EVM മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് കാവലേർപ്പെടുത്തിയിട്ടുണ്ട് മമതാ ബാനർജി. സ്ട്രോങ് റൂമിൽ നിന്ന് മെഷീനുകൾ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ തട്ടിപ്പ് നടത്താനാണ് BJP ശ്രമമെന്നും മമത ആരോപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് EVM മെഷീനുകൾ കൗണ്ടിംഗ് ടേബിളിൽ എത്തിക്കുന്നത് വരെ ഇടം വലം തിരിയാൻ അനുവദിക്കരുതെന്നും മമതാ ബാനർജി ഉത്തരവിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ അനധികൃതമായി സ്ട്രോങ് റൂമുകൾ തുറക്കാൻ ശ്രമം നടത്തിയെന്നാരോപിച്ച് ബംഗാളിൽ ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടായി. BJP ഇടപെടൽ ആരോപിച്ച് തൃണമൂൽ നേതാക്കൾ ധർണയിരുന്നു. താൻ മത്സരിക്കുന്ന ഭവാനിപൂർ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തി മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന അപൂർവ കാഴ്ചയും കണ്ടു. സൗത്ത് കൊൽക്കത്തയിലെ സഖാവത്ത് മെമ്മോറിയൽ സ്കൂളിലെ സ്ട്രോങ് റൂമിലാണ് മമത എത്തിയത്. തൃണമൂൽ നേതാക്കളും പ്രവർത്തകരും വിവിധ സ്ട്രോങ് റൂമുകൾക്ക് മുൻപിൽ കൂട്ടത്തോടെ എത്തിയതോടെ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ നോർത്ത് കൊൽക്കത്തയിലെ 2 സീറ്റുകളിലെ തൃണമൂൽ സ്ഥാനാർത്ഥികളായ കുനാൽ ഘോഷും ശശി പഞ്ചയും സ്ട്രോങ് റൂമിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. ഉച്ചവരെ സ്ട്രോങ് റൂമിന് മുൻപിലുണ്ടായിരുന്ന പ്രവർത്തകരോട് ഉച്ചയോടെ മടങ്ങാൻ ആവശ്യപ്പെട്ടതായും പിന്നീടാണ് വൈകിട്ട് 4-ന് ഖുദിറാം അനുശീലൻ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂം തുറക്കുമെന്ന സന്ദേശം ലഭിച്ചതെന്നും തൃണമൂൽ നേതാക്കൾ പറയുന്നുണ്ട്. തിരികെ എത്തിയപ്പോൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നും അവർ പറഞ്ഞു. ബാലറ്റ് പേപ്പറുകൾ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നുവെന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് എന്നും ശശി ആരോപിക്കുന്നുണ്ട്. അതേസമയം പോസ്റ്റർ ബാലറ്റുകൾ തരംതിരിക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എത്തണമെന്ന് ബന്ധപ്പെട്ടവർക്ക് ഇമെയിൽ അയച്ചിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നുണ്ട്. EVM മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തിട്ടുണ്ടെങ്കിലും പോസ്റ്റൽ ബാലറ്റുകൾക്കായുള്ള സ്ട്രോങ് റൂമാണ് തുറന്നതെന്നും കമ്മീഷൻ അവകാശപ്പെടുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വാക്കുകൾ തള്ളുന്ന സമീപനം മമതാ ബാനർജിയിൽ നിന്നുണ്ടായത്. വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ നടക്കുന്ന മുഴുവൻ സമയത്തും ജാഗ്രത പാലിക്കാൻ അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. 294 നിയമസഭാ മണ്ഡലങ്ങളിലെയും കൗണ്ടിംഗ് കേന്ദ്രങ്ങൾ സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും നേരിട്ട് നിരീക്ഷിക്കണമെന്നും അവർ പറഞ്ഞു. BJP അധികാരത്തിലേറുമെന്ന് പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ മമത തട്ടിപ്പെന്നാണ് വിശേഷിപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ നിരുത്സാഹപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിശാലമായ രാഷ്ട്രീയ തിരക്കഥയുടെ ഭാഗമാണ് എക്സിറ്റ് പോൾ എന്നും മമത ആരോപിക്കുന്നുണ്ട്. 2021 തെരഞ്ഞെടുപ്പിലും എക്സിറ്റ് പോളുകൾ BJP അധികാരത്തിലേറുമെന്ന് പ്രവചിച്ചിരുന്നു എന്നും അത് എപ്പോഴും BJPക്ക് അനുകൂലമായിരിക്കുമെന്നും മമത കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2016-ലും ഇത് സംഭവിച്ചു. 2021-ലും ഇത് ആവർത്തിച്ചു. അവർ പുറത്തിറങ്ങിയ എക്സിറ്റ് പോളുകൾ എപ്പോഴും BJPക്ക് അനുകൂലമായിരുന്നു എന്നതാണ് മമത ചൂണ്ടിക്കാണിക്കുന്നത്. EVM മെഷീനുകൾ വോട്ടെണ്ണൽ ഹാളുകളിലേക്ക് കൊണ്ടുപോകുന്ന നിർണായക സമയത്ത് BJP മെഷീനുകൾ മാറ്റാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന ഗുരുതര ആരോപണവും മമത ഉന്നയിച്ചു കഴിഞ്ഞു.